ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. തൻ്റെ മകൾക്ക് അനുരൂപനായ വരനെ ലഭിക്കാഞ്ഞതിനാൽ രാജാവ് അതീവ ദുഃഖിതനായിരുന്നു. വിവരമറിഞ്ഞ രാജഗുരു അവളുടെ ജാതകം പരിശോധിക്കുകയും അവൾ താമസിയാതെ ശ്രേഷ്ഠാവസ്ഥയിൽ എത്തുകയും രാജാവ് അതോടെ ചക്രവർത്തിയാവുകയും പല രാജ്യങ്ങളും ചക്രവർത്തിയുടെ അധീനതയിലാവുകയും ചെയ്യുമെന്ന് ഗ്രഹിച്ചു. അപ്പോൾ രാജഗുരുവിലെ ദുഷ്ടത തലപൊക്കി. കുമാരിയെ തനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞാൽ രാജാവ് ചക്രവർത്തിയാകുമ്പോൾ തനിക്ക് ഈ രാജ്യത്തിൻ്റെ രാജാവാകുവാൻ കഴിയും എന്ന് കരുതി. അതിനായി തനിക്ക് രാജകുമാരിയെ വിവാഹം കഴിക്കുവാൻ രാജഗുരു മനസ്സിൽ ചില പദ്ധതികൾ തയ്യാറാക്കി. അദ്ദേഹം പറഞ്ഞു, കുമാരിയുടെ വിവാഹം രാജകുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകും എന്ന്. ഇത് കേട്ട് രാജാവ് അതീവ ദുഃഖിതനായി പ്രതിവിധി ആരാഞ്ഞു. ഗുരു പറഞ്ഞു, ഒരു വലിയ പേടകമുണ്ടാക്കി രാജകുമാരിയെ അതിലിരുത്തി കൊട്ടാരത്തിലെ രത്നങ്ങൾ അതിൽ വെച്ച് നദിയിലൂടെ ഒഴുക്കുക. വാർത്ത കേട്ട് കുമാരി വിഷമിച്ചെങ്കിലും രാജാവിന് അതനുസരിക്കുവാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. പേടകം ഒരു നിശ്ചിത സ്ഥാനത്ത് എത്തുമ്പോൾ അത് വലിച്ചു കയറ്റുവാൻ ഗുരു തൻ്റെ ശിഷ്യന്മാരെ ഏർപ്പാട് ചെയ്തു. എന്നാൽ അതിനിടയിൽ നായാട്ട് കഴിഞ്ഞ് വിശ്രമിക്കുന്ന മറ്റൊരു രാജ്യത്തെ രാജകുമാരൻ ഒഴുകി വരുന്ന പേടകം കണ്ട് അത് പിടിച്ചെടുക്കുകയും രാജകുമാരിയെ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. രാജാവ് കുമാരിയെ രക്ഷപ്പെടുത്തി രത്നങ്ങളും എടുത്തു മാറ്റി താൻ വേട്ടയാടി പിടിച്ച ഒരു കരടിയെ അതിലാക്കി പേടകം ഒഴുക്കിവിട്ടു. പിന്നീട് രാജഗുരുവിൻ്റെ ശിഷ്യന്മാർ അത് പിടിച്ചെടുക്കുകയും ഗുരുവിൻ്റെ മുറിയിൽ എത്തിക്കുകയും ചെയ്തു. ആവേശത്തോടെ പേടകം തുറന്ന ഗുരുവിനെ കരടി അകത്താക്കി. ദുരാഗ്രഹങ്ങൾ മനുഷ്യനെ എന്തെല്ലാം ഹീനകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എന്ന് നാം ഇതിൽ നിന്നും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ എല്ലാ തിന്മയും മനുഷ്യ മനസ്സിലെ ദുരാഗ്രഹങ്ങളുടെ ഫലമാണ്. അക്രമവും കൊലപാതകവും പീഡനവുമെല്ലാം ദുർമനസ്സിൻ്റെ വ്യാപാരങ്ങളാണ്. സാമ്പത്തിക പരാധീനത കാരണമല്ല മോഷണവും അഴിമതിയും ചതിവും കള്ളക്കടത്തും നടത്തുന്നത്. മിക്കപ്പോഴും ഇങ്ങനെ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക ഭദ്രതയുള്ളവരാണ്. എന്നാൽ ദുരാഗ്രഹികൾ ആർക്കും തന്നെ ഇമാതിരി ദുഷ്പ്രവൃത്തികളിൽ എന്നും തുടരുവാൻ കഴിയില്ല. കാരണം നാം ജീവിക്കുന്ന പ്രകൃതി തന്നെ അതിന് വിപരീതമാണ്. ആകയാൽ ദുരാഗ്രഹികൾക്ക് മിക്കപ്പോഴും തിരിച്ചടി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജഗുരുവിനും സംഭവിച്ചത്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയാലും ഇമാതിരി ദുഷ്ടപ്രവൃത്തികളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ദുഷ്ടത നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതാണ് പാപത്തിൻ്റെ ശക്തി. ഈ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ മനുഷ്യന് സ്വയം കഴിഞ്ഞു എന്ന് വരില്ല. അതിനാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. ഈ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ പൂർണ്ണമായ ജീവിതത്തിൽ അംഗീകരിക്കുകയും ചെയ്യുന്നവർ പാപത്തിൻ്റെ ശക്തിയെ അതിജീവിപ്പാൻ പ്രാപ്തരാകും. അവർ ദുഷ്ടത വെടിഞ്ഞ് ദൈവഹിതം നിവർത്തിക്കുന്നവരായി രൂപാന്തരപ്പെടും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിടുവിക്കുവാനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ള വലിയ സദ്വർത്തമാനം ഈ പ്രഭാതത്തിലും കർത്താവെ ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചല്ലോ എന്നതിനോട് സ്തോത്രം. പാപത്തെ എതിർത്തിൽ നിൽക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.